വാഗ്ദത്തത്തിലേക്ക് വീണ്ടും തിരിച്ചു വരേണ്ടതിന് നിന്റെ പ്രവൃത്തിയൊന്ന് ജീവിപ്പിക്കണമേ. ഈ പകൽക്കാലം ദൈവം നിങ്ങളെ എൻകറേജ് ചെയ്യുക. ഒറ്റപ്പെട്ടു പോകരുതേ, വേദനിച്ചു പോകരുതേ. നീ ഒറ്റയ്ക്കല്ല, ദൈവം കൂടെയുണ്ട്. ഏത് വിഷയങ്ങൾക്കകത്തും ഇറങ്ങി പ്രവർത്തിക്കുന്ന സർവശക്തന്റെ കരം നിന്റെ കൂടെയുണ്ട്. നീ എന്തിനാ ആകുലപ്പെടുന്നേ? എന്തിനാ നീ ഭാരപ്പെടുന്നേ? എന്തിനാ നിനക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലെന്ന് നീ പറയുന്നേ? ദൈവം നിനക്ക് വേണ്ടി സംസാരിക്കും. ദൈവം നിനക്ക് വേണ്ടി ഇടപെടും. ശൗലിനോട് ചോദിക്കുക, ശൗലെ, നീ എന്നെ, ഒരു മർമ്മം ഞാൻ പറയാം, നിനക്കെതിരെ പദ്ധതി ഒരുക്കുമ്പോൾ നീ നിനക്കെന്ന് പറയുമ്പോൾ സ്വർഗം പറയുക, നിനക്കല്ലടാ, അവർ എതിരായി നിൽക്കുന്നത് എനിക്കാണ്. ഈ പകൽക്കാലം ശത്രുവിന്റെ വലിപ്പമല്ല, നീ ദൈവത്തിന്റെ വലിപ്പം തിരിച്ചറിഞ്ഞ് സ്തുതിക്കണം. ദൈവത്തിന്റെ ഈ പ്രഭാതത്തിൽ വചനം അങ്ങനെ പറയുന്നു. ശൗലിനോട് ചോദിക്കുക, നീ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നത്? ശൗല് ചോദിക്കുക, നീ ആര്? ദൈവം പറയുക, നീ ഉപദ്രവിക്കുന്ന നസ്രനായ യേശു തന്നെ. ദൈവം ചിലതിനോട് സംസാരിക്കും കേട്ടോ. ഈ സന്ദേശം നീ കേൾക്കുമ്പോൾ നിന്റെ ഓഫീസിലുള്ള ചിലതിനോട് ദൈവം സംസാരിക്കും. നിന്റെ രോഗത്തിന്റെ മേഖലയോട് ദൈവം സംസാരിക്കും. നിന്റെ കുടുംബത്തിനകത്തൊതുക്കുന്ന ചിലതിനോട് സംസാരിക്കും.